ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നൊരു ചെറിയ വ്ളോഗാണ്, നമ്മുടെ പഴനിയിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 6 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പഴനി യാത്രയാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ 2-3 വട്ടം പഴനി പ്ലാൻ ചെയ്തിരുന്നു. അതൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കുട്ടികൾക്ക് വയ്യാതൊക്കെ ആയ സമയത്ത് നമ്മളത് ക്യാൻസൽ ചെയ്തു. ഒരു വട്ടം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, പക്ഷേ മോൾക്ക് പനി വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ വീണ്ടും ഒരു വട്ടം നമ്മൾ പോകണമെന്ന് വിചാരിച്ചു, അപ്പോഴും എന്തോ അതുപോലെ വയ്യാതെ വന്നപ്പോൾ പിന്നെ വീണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതേ 3ാമത്തെ വട്ടമാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞങ്ങൾ വണ്ടിക്ക് പോവാറ്, അപ്പോൾ യാത്ര എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്രെയിന് ബുക്ക് ചെയ്തതൊക്കെ, പക്ഷെ അത് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വണ്ടിക്കാകുമ്പോൾ നമ്മുടെ സൗകര്യം നോക്കി പോകാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പുതുക്കാട് NH-ലേക്ക് കയറിയിട്ടോ. അപ്പോൾ ചാലക്കുടിക്കൊക്കെ പോകുന്നവർക്ക് അറിയുന്നുണ്ടാവും പുതുക്കാട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയിലെത്തി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, രാവിലെ ആയ കാരണമാവണം. പക്ഷെ ഞങ്ങൾ നേരത്തെയൊക്കെ ഇറങ്ങാറ്, ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ ഞങ്ങളൊരു 4 മണി ആ ടൈമിൽ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ 5:30 ഇറങ്ങിയുള്ളൂ. ആ ഒരു ടൈമിലൊന്നും വലിയ തിരക്കുണ്ടായിരുന്നില്ല ടോളിൽ. പിന്നെ ഞങ്ങൾക്ക് പാലിയേക്കര ടോൾ ഫ്രീ ആണ്. നമ്മൾ ആ ഒരു 6 കിലോമീറ്റർ, കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഫ്രീ ആണല്ലോ. അപ്പോൾ അത് കാരണം അവിടെ വലിയ വെയിറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ നമ്മൾ നേരെ അങ്ങനെ പോകുന്നു. നല്ല മഴയുണ്ടായിരുന്നു, രാവിലെയൊക്കെ കുറച്ച് മഴയുണ്ടായിരുന്നു, മഴ കിട്ടി. പിന്നെ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യും ചാറും അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ആ മലയിലൊക്കെ നല്ല കോട, നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. കോടയൊക്കെ വീണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമുക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായില്ല. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ, 5:30 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. അപ്പോൾ അത് കാരണം അവിടെ നിന്നൊന്നും വ്യൂ എടുത്തില്ല. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണമായിരുന്നു രാവിലത്തെ. അപ്പോൾ അത് നമ്മൾ തമിഴ്നാട് ബോർഡർ എത്തുന്നതിന് മുമ്പ് കഴിക്കാമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് പോയത്. ഇത് ചുവന്ന മണ്ണാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലം. ഇതിൻ്റെ ആ ഒരു നീല ഒരു മേൽപ്പാലം പോലെ കാണുന്നത് എന്തോ വെള്ളത്തിൻ്റെ എന്തോ സംഭവമാണ്. പീച്ചിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് എന്തോ ആണെന്നാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എനിക്കിതൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ബോർഡ്, പക്ഷേ അത് വീഡിയോയിൽ ശരിക്കും പെട്ടില്ല. നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് അതൊക്കെ കണ്ടത്. അത് കാരണം പെട്ടെന്ന് വീഡിയോ എടുത്താൽ അതൊന്നും എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ അതേ വീണ്ടും ഇങ്ങനെ മലകളും നല്ല രസമുള്ള ഒരു സ്ഥലങ്ങളാണൊക്കെ കാണാൻ, നല്ല രസമുണ്ട്. ഇതിപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണെന്നുള്ളതൊക്കെ, പക്ഷെ ഞാനതൊക്കെ മറന്നുപോയി. ഇപ്പോൾ തന്നെ നമ്മൾ കുതിരാനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ടണലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, കാരണം ഇതുവരെ ഇതിലേക്ക് ഞാൻ വന്നിട്ടില്ല, ഈ ഒരു റൂട്ട് വന്നിട്ടില്ല ഇതിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞ സമയത്ത് ആൾക്കാർ ടൂർ പോലെ വന്നിട്ടുണ്ടായിരുന്നു, ഇത് കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ വന്ന് കാണാനുള്ള അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്ക് തോന്നി. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു എനിക്ക് തോന്നിയില്ല. പക്ഷെ അന്നൊക്കെ ഇതിൻ്റെ പണി കഴിഞ്ഞ സമയത്ത് ഭയങ്കര എന്താ അതെന്ന് അറിയാനൊക്കെ ഉള്ള ആകാംക്ഷ കൊണ്ട് ആൾക്കാർ വണ്ടി വിളിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന്. ഇതിൻ്റെ ഇടയിൽ എക്സിറ്റുകളുണ്ട്, ഇതുപോലെ എമർജൻസി എക്സിറ്റുകളുണ്ട്. റൈറ്റിലെ സൈഡിലേക്ക് കടക്കാൻ പറ്റും, ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു റൂട്ടിലേക്ക് കടക്കാൻ പറ്റും. ആദ്യം ഞങ്ങൾ ഈ ഒരു റൂട്ട് പഴനിക്ക് പോകുമ്പോൾ ഒരു 5-6 മണിക്കൂർ നമുക്ക് ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ടി വരാറുണ്ട്. അതൊരു നല്ല മുഷിപ്പാണ് കേട്ടോ. നമ്മൾ പഴനി യാത്രയിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത് ഈ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ നമുക്കത് എളുപ്പമായിട്ടുണ്ട്, കാരണം പെട്ടെന്ന് കടക്കാൻ പറ്റും. അതൊക്കെ 5-6 മണിക്കൂർ, അതിൻ്റെ ഇടയിൽ വണ്ടികൾ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരെ ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെയും അത്രയും സമയം നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അത്രയും ഞങ്ങൾക്ക് ഒരുപാട് തവണ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മൾ മണ്ണുത്തിയാണെന്ന് തോന്നുന്നു, ടോള് വന്നിട്ടുണ്ട്, അടുത്ത ടോള്. രാവിലെ ആയ കാരണം ഇവിടെയും വലിയ തിരക്കുണ്ടായില്ല. പിന്നെ ഫാസ്റ്റാഗ് ആയ കാരണം നമുക്ക് വേഗം കടന്നു പോകാൻ പറ്റിയിരുന്നു. പൈസ കൊടുത്ത് നമ്മൾ ആ ഒരു ടൈം അവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെയും പെട്ടെന്ന് കടന്ന് കിട്ടി. വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് തന്നെ പോകാൻ പറ്റി. പിന്നെ റോഡുകൾ, ഞങ്ങളുടെ അവിടെയൊക്കെ റോഡ് പണി നടക്കണ കാരണം ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ വലിയ രാവിലത്തെ ടൈമിലൊന്നും വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ ഇട്ട് പോയ കാരണം ഞങ്ങൾക്കൊരു വഴിയൊരു ഇത് പറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ രാവിലെ തന്നെ മോമ് നെയ് റോസ്റ്റ് പറഞ്ഞു, ബാക്കി എല്ലാവരും മസാല ദോശ. അവന് ഈ മസാല ദോശ വലിയ ഇഷ്ടമില്ല. മസാല ദോശ വാങ്ങിച്ചാൽ അവൾ മസാലയൊക്കെ അതിൽ വെച്ചിട്ട് ദോശ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണം അവന് നെയ് റോസ്റ്റ്, ബാക്കി ഞങ്ങൾ മസാല ദോശയൊക്കെ പറഞ്ഞ് ശരവണ ഭവനിലാണ് കേട്ടോ ഇറങ്ങിയത്. ഏതാ സ്ഥലം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവിടെ നിന്ന് കുറച്ചും കൂടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ചേട്ടനൊരു ഡൗട്ട് തോന്നി, നമ്മൾ വഴി കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നോ തിരിയണോടത്ത് എന്നുള്ളത്. വടക്കഞ്ചേരിയിൽ നിന്ന് തിരിഞ്ഞാൽ പോവാറ് ഞങ്ങൾ ആദ്യമൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞ കാരണം ഞങ്ങൾക്കൊക്കെ ഡൗട്ടായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വഴി ചോദിച്ചെങ്കിലും പിന്നെ ഞങ്ങൾ തിരിച്ചു പോയില്ല, അത് ഞങ്ങൾക്ക് പണിയായി. ഞങ്ങൾ അങ്ങനെ സ്ട്രെയിറ്റ് തന്നെ പോയി. അത് പക്ഷേ കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ടായിരുന്നു, പൊള്ളാച്ചി കൂടിയിട്ടങ്ങാണ്ടാണ് പോയത്. നമ്മൾ അല്ലെങ്കിൽ ഗോവിന്ദാപുരം കൂടിയിട്ട്
പോവാറുള്ളത് ആദ്യം. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അന്നൊക്കെ നല്ല വ്യൂ ആയിരുന്നു, സൂര്യകാന്തി തോട്ടവും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പോയി. പക്ഷേ ഞങ്ങൾക്ക് വഴി മാറിപ്പോയി. ഞങ്ങൾ നേരെ പിന്നെ തിരിച്ച് പോകണമെന്ന് വിചാരിച്ചെങ്കിൽ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം പോകണ കാരണം വേണ്ട, നേരെ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ ഗൂഗിളിട്ട് അങ്ങനെ തന്നെ പോകുന്നത് നേരെ നല്ല വഴിയൊക്കെയാണ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വഴിയാണ്. പക്ഷേ കുറച്ച് ചുറ്റേണ്ടി വന്നു എന്ന് മാത്രം, കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് മാത്രം. ഇതാ പാലക്കാടത്തെ ലുലു ആണ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ് കേട്ടോ. പാലക്കാട് ലുലു ആണ്. അവിടുന്ന് പിന്നെ ഫുള്ള് പാലക്കാടിൻ്റെ വ്യൂ നമുക്കറിയാലോ, നല്ല രസമല്ലേ, നല്ല മലയും നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് പാലക്കാട് അല്ലേ. അപ്പോൾ അതിലൂടെ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും നിർത്തി നമുക്ക് കുറച്ച് നേരം വീഡിയോ എടുത്താലോ എന്നൊക്കെ. പക്ഷേ ടൈമും അതുപോലെ തന്നെ ഈ മഴയും കാരണം അതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കേരള കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പഴയ റൂട്ടല്ല എന്നുള്ളത്. പിന്നെ ഗൂഗിൾ നോക്കി അങ്ങനെ പോകുന്നു. അവിടെ വഴി ചോദിച്ചെങ്കിലും തിരിച്ച് പിന്നെ പോയി എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അത് കാരണം ഞങ്ങൾ തിരിച്ച് പോകാൻ. പക്ഷേ ഇത് നല്ല റോഡാണ് കേട്ടോ. കുറേ അങ്ങോട്ട് തമിഴ്നാട് കഴിഞ്ഞാൽ നല്ല റോഡാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ദൂരം കൂടുതലുണ്ടെന്ന് മാത്രം. എത്ര കിലോമീറ്റർ ആണെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഗോവിന്ദാപുരം കൂടിയാണ് വന്നത്, നെന്മാറ കൂടി അങ്ങനെയാണ് വന്നത്. അത് അവിടെ നിന്ന് നമ്മൾ അറിയണവരോട് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ പോരുക ചെയ്തത്. ഗൂഗിളിലിട്ടാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ വഴി തന്നെയാണ് കാണിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ നെന്മാറയൊക്കെ ഇട്ട് അങ്ങനെ പോന്നു, ഗോവിന്ദാപുരം നെന്മാറയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടന്നു. തമിഴ്നാട് ബോർഡർ എത്തിയിട്ടോ. നമ്മൾ ആദ്യം മോൻ്റെ തല മൊട്ടടിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അതൊരു 5-8 കൊല്ലം മുമ്പൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുണ്ട്, പിന്നെ വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു 6 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് 6 വർഷമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് വന്നു പോന്നിട്ട്. ഇപ്പോൾ അത് മോൾക്കൊരു വഴിപാടുണ്ടായിരുന്നു, പക്ഷെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കണതിൻ്റെ തലേദിവസമാണ്, ഇന്നലെയാണ് കേട്ടോ പോകുന്നത്. ഇന്ന് സ്കൂൾ ഓപ്പണിങ്ങും ആണ്. പക്ഷേ ഇനി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സൊക്കെ മുടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തുറക്കുന്നതിന് മുമ്പ് തന്നെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ഇതുപോലെ തെങ്ങുകളാണല്ലോ കാണുക. അപ്പോൾ ഇത് പൊള്ളാച്ചിയാണെന്ന് തോന്നുന്നു. പൊള്ളാച്ചിയിലേക്ക് ടൗണിലേക്ക് കടന്നതായിട്ടാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളൊക്കെ ഞാൻ അപ്പോൾ ചോദിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ഒക്കെ പറഞ്ഞതല്ലോ, പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ അതന്നെയല്ല, ഒരുപാട് വീഡിയോസും അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമുക്ക് സ്ഥലം അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തമില്ലാത്ത കാരണം ഗൂഗിളൊക്കെ ഇടുന്നതിൻ്റെ ഇടയിലായ കാരണം അതിങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇതേ ഒരു പാറപ്പുറത്തുള്ളൊരു അമ്പലമാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ പെട്ടെന്നാണ് നമ്മൾ കണ്ണിൽ പെടുന്നത്, അപ്പോൾ അങ്ങനെ ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്നത്, നല്ല റോഡാണ്, ഫുള്ള് ഇതുപോലെ നല്ല റോഡാണ്. നമുക്കത് കാരണം കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ നല്ല ചൂടായിട്ടോ. നമ്മുടെ കേരള ബോർഡർ വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് മഴയൊന്നുമില്ല, നല്ല വെയിലും നല്ല ചൂടും. സ്ഥലങ്ങൾ അറിയാത്ത കാരണം നമ്മൾ ഗൂഗിളിലാട്ടോ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാപ്പ് നോക്കണ കാരണം വ്യൂ അധികം അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് കാറ്റാടിയായിരുന്നു, ഫുൾ കാറ്റാടിയാണ്. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലൊക്കെ എടുത്തു. പക്ഷേ ഈ ഒരു ശ്രദ്ധ അതിൽ നിന്ന് പോകുന്ന കാരണം വലിയ കാര്യമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിലേക്ക്. അപ്പോൾ അത് ഇവിടെ പിന്നെ വേറെ ഒന്നുമില്ല, തെങ്ങും ഇടയിൽ തെങ്ങുണ്ട്, അതുപോലെ തന്നെ കാറ്റാടി ഉണ്ട്, അല്ലാണ്ട് വേറെ വ്യൂ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ പറയും ചെയ്തു, ഞങ്ങൾ ആദ്യം പോകുമ്പോൾ നമുക്ക് നിറയെ സൂര്യകാന്തി തോട്ടങ്ങളും അതുപോലെ ഓരോരോ കൃഷികളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ റൂട്ട് നോക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വെറുതെ ആയിട്ടാണ്, ആ റൂട്ട് നോക്കി വന്നിട്ടും സൂര്യകാന്തി ഒന്നും കണ്ടില്ല. ഇപ്പോൾ കൃഷിയുടെ സമയം അല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ദേ നമ്മൾ പഴനി എത്തി. അങ്ങനെ പഴനി ദേ കാണാം, നമുക്ക് റോട്ടിൽ വരുമ്പോൾ കാണാൻ അടുത്തായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കറങ്ങണം. ഇവിടെയും നമുക്ക് തെറ്റി, ഓരോരുത്തരോട് ചോദിച്ചപ്പോഴൊക്കെ അവർ വഴി പറഞ്ഞു തന്നതൊക്കെ തെറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വന്നു. 2-3 കിലോമീറ്റർ ചുറ്റിയൊക്കെ ഉള്ള വഴിയാണ് കാണിക്കുന്നുണ്ടായി. പിന്നെ ദേ നമ്മളവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ചേട്ടൻ മുടി മൊട്ടടിക്കാൻ നേർന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി നമ്മൾ ആദ്യം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തൊഴാനായിട്ട് പോവുക. അപ്പോൾ അതേ നേരെ വന്നിരുന്ന് മുടി വടിക്കുന്നതാണ്. അപ്പോൾ മോൻ്റെ മുടി വടിച്ച സമയത്തും ചേട്ടൻ മുടി വടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളുടെ ഇപ്പോൾ ഇത്രയായ കാരണം പിന്നെ മുടി വടിക്കാം എന്നൊന്നും നേർന്നിട്ടുണ്ടായിരുന്നില്ല അവൾക്ക്. നമ്മൾ കൊണ്ടുവന്ന് തൊഴിക്കാം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ചേട്ടൻ അവൾക്ക് വേണ്ടി ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ മുടി മൊട്ടടിച്ചു. പിന്നെ അവിടെ നിന്ന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് അവൾക്ക് വെച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അമ്പലത്തിൽ. ഞായറാഴ്ച ആയ കാരണം ആവണം, പിന്നെ ഷഷ്ടി ആയിരുന്നല്ലോ അന്ന്, അത് കാരണം മുരുകൻ്റെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി തിരക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ദിവസം ആണെന്ന്. പിന്നെ നല്ലതാണ് ആ ഒരു ദിവസം നമ്മൾ മുരുകനെ വന്ന് തൊഴുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ വേഗം നമ്മൾ ഓരോന്ന് ചെയ്ത് അങ്ങനെ പോവുമായിരുന്നു ചെയ്തത്.
അപ്പോൾ അതേ മുടി മൊട്ടടിച്ചിരിക്കുന്നതിന് മുമ്പ് നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് മുടി വടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് വെച്ച് കൊടുത്തിട്ട് വേഗം നമ്മൾ തൊഴാനായിട്ട് പോവുക ചെയ്തത്. പിന്നെ ഭയങ്കര ചൂടായ കാരണം അവിടെ ചവിട്ടാനേ പറ്റുന്നുണ്ടായില്ല കേട്ടോ. നിലത്തൊക്കെ ഭയങ്കര ടാറിൻ്റെ അവിടെയൊക്കെ ചവിട്ടുമ്പോൾ കാല് പൊള്ളി പോകണമായിരുന്നു. നമ്മൾ വേഗം വേഗം നടന്ന് അവിടെ നിന്ന് അങ്ങനെ മാറി തിരിച്ചിറങ്ങിയപ്പോഴും അതെ, രാവിലത്തേലും നമ്മൾ തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൂടുതലായിരുന്നു. അത് കാരണം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ചെറിയ മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവരിലാണല്ലോ കൂടുതൽ ശ്രദ്ധ വരിക. അപ്പോൾ അത് കാരണം വീഡിയോസിലേക്ക് അങ്ങനെ അങ്ങോട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് പറ്റിയില്ല. അവരെ ശ്രദ്ധിക്കേണ്ട ആ ഒരു ഇതും ഒക്കെ കാരണം അങ്ങനെ പറ്റിയില്ല. അപ്പോൾ ഇത് താഴത്തെ ഒരു അമ്പലമുണ്ട്, അവിടെ തൊഴുതിട്ടാണ് നമ്മൾ പിന്നെ പുറത്ത് മുകളിലേക്ക് പോകുന്നത് കേട്ടോ. പുറത്തല്ല, മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ തൊഴുത് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അധികം ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മലയിലേക്ക് കയറുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ഫോണൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ പക്ഷേ ഫോണൊന്നും അവിടെ ചെക്കിംഗ് ഒന്നുമില്ല, നമ്മുടെ ഗുരുവായൂരത്തെ പോലെ ചെക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ കൊടുത്തിട്ട് വേണം, ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ ഈ സൈഡിലെ ഇങ്ങനത്തെ പെട്ടിക്കാരുടെയൊക്കെ വീഡിയോ കുറച്ച് എടുത്തു, അത്ര തന്നെയുള്ളൂ. തിരിച്ച് വന്നപ്പോൾ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുപോലെ ഞങ്ങൾ കടയിൽ കയറിയതും ഈ പറഞ്ഞ പോലെ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2:30 ആയി ഞങ്ങൾ മലയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ വേഗം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, മക്കൾക്കാണെങ്കിൽ വിശന്ന് തുടങ്ങി. അപ്പോൾ വേഗം അവിടെയാണെങ്കിൽ കടയിലൊക്കെ ഫുഡ് ആ സമയമായപ്പോഴേക്കും കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മൾ അവിടെ നിന്ന് വേറെ ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചോറ് തന്നെ നോക്കിയിട്ട് അവിടെ അടുത്തും കഴിഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെ ഒരു കടയിൽ നിന്ന് കിട്ടുക, അങ്ങനെ മക്കൾക്ക് കഴിക്കേണ്ട കാരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വണ്ടി എടുത്ത് കുറച്ച് പോന്നിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കുഞ്ഞു മക്കളാകുമ്പോൾ അവർക്ക് വിശക്കുമല്ലോ. അപ്പോൾ മോൾ തന്നെ വിശക്കണമെന്നും പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം അവിടെ നിന്ന് കഴിച്ച് പോരുക ചെയ്തത്. അപ്പോൾ അവൾക്ക് വളയൊക്കെ മേടിക്കാൻ കയറി, പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലെ എടുത്ത കാരണം ആ വ്യൂസൊക്കെ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിന്ന് അങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. നല്ല റേറ്റ് ഉണ്ട് അവിടെ, നമ്മുടെ അവിടെ കിട്ടുന്നതിലും നല്ല റേറ്റിൽ അവരൊന്ന് വില ചോദിച്ചപ്പോൾ കണ്ടത്. അത് കാരണം അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ജസ്റ്റ് പിള്ളേർക്ക് വേണ്ടിയിട്ട്. മോനൊന്നും വാങ്ങിച്ചില്ല, അവന് ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ വാങ്ങിച്ചില്ല. മോൾക്ക് മാത്രം വള അങ്ങനെയൊക്കെ വാങ്ങിച്ച് അങ്ങനെ പോകുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇതേ നമ്മൾ നടന്ന് മലയിലേക്ക് കയറണ ആ ഒരു എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പിന്നെ കടന്നു കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മുടെ മൊബൈൽ അവിടെ വെച്ചിട്ടാണ് മുകളിലേക്ക് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴെ ഇറങ്ങി, ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങിയിട്ടുള്ളതൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മൾ ഗോവിന്ദാപുരം കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ വലിയ വ്യൂ ഒന്നും എനിക്ക് തിരിച്ചു പോന്നപ്പോഴും കിട്ടിയില്ല. കുറേ സ്ഥലമൊക്കെ റോഡ് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ ഈ പോലെ മേൽപ്പാലം പോലെയാണ് റോഡുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണമാവണം ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും സമയമാവില്ല, കൃഷിയുടെ സമയമാവില്ല എന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, ഒന്നും കണ്ടില്ല. പിന്നെ അതേ പോകുന്ന വഴിക്ക് ഇതുപോലെ അവർ കൊട്ടകൾ കുറേ നെയ്ത് വെച്ചിട്ട് അതുണ്ടായിരുന്നു. പിന്നെ പച്ചക്കപ്പലണ്ടി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും കണ്ടില്ല. പിന്നെ നല്ല തിരിച്ചു പോകുന്നത് ഇതുപോലെ നല്ല സ്ഥലത്തൂടെ തന്നെയാണ് കേട്ടോ. ഗോവിന്ദാപുരത്തേക്കൊക്കെ വരുന്ന വഴി അതുപോലെ നിറയെ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്നൊക്കെ നിന്നിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതലും പാലക്കാടിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ നമ്മൾ ഇതിലേ വരുമ്പോഴാണ്, നെന്മാറ, കൊല്ലങ്കോട്, സീതാർകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോരുന്നത്. കുറേ ഡാമുകളുടെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ കുറേ മലകൾ ഇതുപോലെ കുറേ ദൂരം ഈ ഒരു മല അങ്ങനെ കിടക്കുന്നുണ്ട്. എൻ്റെ മധുരയ്ക്ക് പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു മല ഒരുപാട് ലെങ്ത്തിലാണ് കിടക്കണേ. ആ ഒരു മലയുടെ സൈഡ് ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഈ വണ്ടിയിൽ പോകുമ്പോഴും കാണുന്നത്, കണ്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ തിരിച്ച് നമ്മൾ കേരള ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്, തമിഴ്നാട് വിട്ട് കേരള ബോർഡർ കടന്നു. പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഇതുപോലെ പാലക്കാടിൻ്റെ ഒരുപാട് സ്ഥലം, ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ടൈമൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാലക്കാടേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഇതുപോലെ ചെറിയ ചെറിയ ചോലകൾ കാണുന്നുണ്ടായിരുന്നു മലയുടെ ഉള്ളിൽ നിന്ന്, കുറേ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും നിർത്തിയില്ല. പിന്നെ നമ്മൾ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 8:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ ഒരുപാട് അങ്ങനെ ലേറ്റായില്ല ഇവിടെ നിന്ന്. പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു, അത് സീതാർകുണ്ടാണെന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു സ്ഥലമാണ് കണ്ടത്. അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ പോകുന്ന വഴിയൊക്കെ ഇതുപോലെ മലയാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കുറേ ഡാമുകളുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഫുൾ അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ നമ്മൾ തിരിച്ച് വീണ്ടും മണ്ണുത്തിയിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ ഫാസ്ടാഗിൽ കാശ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വീണ്ടും റീചാർജ് ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ തിരിച്ചു പോന്നപ്പോൾ നമ്മുടെ ടണലിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, രാത്രിയിലെ വ്യൂ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സെയിം അതേപോലെ തന്നെ രാവിലെ എടുത്ത പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്, വലിയ പ്രത്യേകതയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ.
പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്ക് ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ചൂടാക്കുക ചെയ്തേ. കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കി അങ്ങനെ രാത്രി ഭക്ഷണം വീട്ടിൽ തന്നെയായിരുന്നു. രാവിലെ പിന്നെ രണ്ടാൾക്കും സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വേഗം വന്ന് മേലെ കഴുകി ഭക്ഷണമൊക്കെ റെഡിയാക്കി കഴിച്ച് പിന്നെ അങ്ങനെ കിടന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഹെയർ ആക്സസറീസിൻ്റെ ഒക്കെ മേക്കിംഗ് വീഡിയോസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ വ്ളോഗ്സ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചാനലിലൊന്ന് കയറി നോക്കുക. അപ്പോൾ ഈ മേക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചാനലിൽ കയറി നോക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.